ഹലോ അസ്സലാമു അലൈക്കും. ഇന്നത്തെ വീഡിയോ നമ്മൾ പാൻറ്റിനൊക്കെ ഇപ്പോൾ പലാസോ പാൻ്റായാലും നോർമൽ പാൻ്റായാലും നമ്മുടെ വേസ്റ്റ് ഭാഗത്ത് എലാസ്റ്റിക് വെക്കുന്നുണ്ടല്ലോ. അപ്പോൾ അത് എങ്ങനെയാണ് പെർഫെക്റ്റായിട്ട് നമ്മൾ വെക്കുന്നത്, ഈസി ആയിട്ട് വെക്കാൻ പറ്റുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ. സാധാരണ നമ്മൾ അടിഭാഗം എല്ലാം ക്ലോസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ മേലെ ഭാഗം ഇങ്ങനെ മടക്കി തയ്ച്ചിട്ട് അതിൻ്റെ ഉള്ളിലൂടെ പിന്നെ വെച്ച് കോർത്തെടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതങ്ങനെയൊന്നും അല്ലാതെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയൊരു മെത്തേഡാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഇപ്പോൾ പാൻറ്റ് എങ്ങനെയാണ് വെച്ച് സ്റ്റിച്ച് ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയാമല്ലോ. നല്ല വശവും കൂടെ വെച്ചിട്ട് കട്ട് ചെയ്തിട്ട് ഈ ക്രോച്ച് ഏരിയ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ്. രണ്ട് സൈഡും നമ്മൾ ക്ലോസ് ചെയ്ത് വെച്ചിട്ടാണ് എലാസ്റ്റിക് വെക്കാറ് സാധാരണ. അപ്പോൾ ഈ ഒരു മെത്തേഡിൽ നമ്മൾ ഒരു ഭാഗം മാത്രമേ സ്റ്റിച്ച് ചെയ്യുന്നുള്ളൂ കേട്ടോ. ഈ ഒരു ഭാഗം മാത്രം സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. അത് ഞാൻ കാണിച്ചിട്ടില്ല, സ്റ്റിച്ച് ചെയ്യുന്നത് ഞാൻ കാണിച്ചിട്ടില്ല. ഇതുപോലെ ഒരു 1/2 ഇഞ്ചോ അല്ലെങ്കിൽ ഒരു 1/4 ഇഞ്ചോ തയ്യൽ തുമ്പ് വിട്ടിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ട് അത് ഇതുപോലെ 2 ഫോൾഡായിട്ട് മടക്കിയെടുക്കുക. എന്നിട്ട് ഒരു സ്റ്റിച്ച് കൂടെ അവിടെ ചെയ്ത് കൊടുക്കുക. ഇതുപോലെ മടക്കിയിട്ട് ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. ശ്രദ്ധിക്കുക, ഒരു സൈഡ് മാത്രമേ നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുള്ളൂ കേട്ടോ. മറ്റേ സൈഡ് നമ്മൾ ഓപ്പണായിട്ട് തന്നെ വിട്ടിട്ടാണുള്ളത്. അത് ഏറ്റവും ലാസ്റ്റാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇതുപോലെ ഒരു 1/2 ഇഞ്ചോ അല്ലെങ്കിൽ 1/4 ഇഞ്ചോ തയ്യൽ തുമ്പ് വിട്ടിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് ഈ ക്രോച്ച് ഏരിയ ഉണ്ടല്ലോ, ആ ഒരു സൈഡ് മുഴുവനായിട്ട് ഇതുപോലെ മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ പിന്നി പോണ തുണിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നൂലൊക്കെ ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ അഴിഞ്ഞു പോരുമല്ലോ, പെട്ടെന്ന് പിന്നി പോവും. അപ്പോൾ അങ്ങനെ വരാതിരിക്കാനും ഇത് ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ ഇങ്ങനെ ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ സാധാരണ നമ്മൾ എലാസ്റ്റിക് വെക്കുന്നുണ്ടല്ലോ, അവിടെ മേലെ ഭാഗത്ത് ഒരു 1/4 ഇഞ്ച് നമ്മൾ മടക്കി തയ്ച്ചു കൊടുക്കുക. ഈ ഒരു എൻഡിൽ നിന്നും മറ്റേ എൻഡ് വരെ 1/4 ഇഞ്ച് മടക്കിയിട്ട് തയ്ച്ചു കൊടുക്കുക. ഇതുപോലെ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. സ്റ്റിച്ചിങ് ഞാനതിൽ കാണിച്ചിട്ടില്ല, വീഡിയോ ഒത്തിരി ലെങ്തായി പോകുന്നുള്ളതുകൊണ്ട് തന്നെ കാണിച്ചിട്ടില്ല. അപ്പോൾ ഇതുപോലെ 1/4 ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ടിട്ട് 1/4 ഇഞ്ച് മടക്കി അടിക്കുക. എന്നിട്ട് ഞാനിപ്പോൾ 1 ഇഞ്ചിൻ്റെ എലാസ്റ്റിക്കാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. വേസ്റ്റിന് കുറച്ച് വീതിയുള്ള എലാസ്റ്റിക്കാണ് 1 ഇഞ്ചിൻ്റെ. അപ്പോൾ അത് നമ്മളിങ്ങനെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അത് എങ്ങനെയാണ് ഞാൻ കാണിച്ചു തരാം. ആദ്യം തന്നെ ഇതുപോലെ വെച്ചിട്ട് ഒരു പോയിൻറ്റോ അല്ലെങ്കിൽ ഒരു 2 പോയിൻറ്റ് അത്ര തയ്യൽ തുമ്പ് മതി കേട്ടോ. ഓവറായി പോയത്, ഓവർ ലൂസായാലും എലാസ്റ്റിക് അത്ര പെർഫെക്റ്റായിട്ട് നമുക്ക് നിൽക്കില്ല. അപ്പോൾ ഇതിൻ്റെ വേസ്റ്റ് ഞാൻ 23.5 ഇഞ്ചാണ് കേട്ടോ എനിക്ക് വേണ്ടിയിരുന്നത്. 23.5 ഇഞ്ച് വേസ്റ്റ് അല്ല, എലാസ്റ്റിക് ഞാൻ അത്രയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. സാധാരണ വേസ്റ്റ് നമുക്ക് എത്രയാണോ വേണ്ടത് അതിൽ നിന്നൊരു 4 ഇഞ്ച് കുറച്ചിട്ടാണ് ഞാൻ എലാസ്റ്റിക് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ എലാസ്റ്റിക്കിൻ്റെ അവിടെ ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 23.5 ഇഞ്ച് എവിടെയാണോ വരുന്നത് അവിടെ ഞാൻ ഇതുപോലെ പെന്ന് വെച്ചിട്ട് ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് ഞാനിപ്പോൾ കട്ട് ചെയ്തെടുക്കുന്നില്ല കേട്ടോ, കട്ട് ചെയ്യാതെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. ഏറ്റവും ലാസ്റ്റാണ് നമ്മൾ എലാസ്റ്റിക് കട്ട് ചെയ്തെടുക്കുക, ബാലൻസ് വരുന്ന എലാസ്റ്റിക് നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇതുപോലെ വെച്ചിട്ട് ആദ്യം തന്നെ ഈ ഒരു എൻഡിൽ കെട്ടിട്ട് കൊടുക്കുക, നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. എലാസ്റ്റിക് ഇങ്ങനെ ഇപ്പോൾ അഴിഞ്ഞ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഈ എൻഡ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അവിടെ സ്റ്റിച്ച് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ എലാസ്റ്റിക് ഇങ്ങനെ വലിക്കുമ്പോൾ പെട്ടെന്ന് ഉള്ളിലൂടെ എലാസ്റ്റിക് അഴിഞ്ഞു പോരും. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു എൻഡ് നമ്മൾ എലാസ്റ്റിക്കും ചേർത്തിട്ട് ആ ഒരു തുമ്പ് നമ്മൾ തയ്ച്ചു കൊടുക്കുക. ഒരു 2-3 പ്രാവശ്യം അങ്ങോട്ടും റിവേഴ്സിലെടുത്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അത് പോരും. അപ്പോൾ ആദ്യം ഞാനിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഈ ഫൂട്ടൊന്ന് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ സിംഗിൾ സൈഡ് ഫൂട്ട് എടുക്കുന്നുണ്ട്, 1 സൈഡ് വരുന്ന ഫൂട്ട് ഞാൻ എടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഫൂട്ട് ഇല്ലെങ്കിലും നിങ്ങൾക്ക് ഈ ഡബിൾ ഫൂട്ട് വെച്ചിട്ട് തന്നെ ഇപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ടല്ലോ, ഈ ഒരു ഫൂട്ട് വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. അതിനൊന്നും ഒരു കുഴപ്പമില്ല. പക്ഷെ ഞാനിതിപ്പോൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ പുതിയത് വാങ്ങിയതായിരുന്നു. അപ്പോൾ അത് വെച്ചൊന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കാമെന്ന് കരുതിയിട്ടാണ് ഇപ്പോൾ ഈ ഫൂട്ട് ഉപയോഗിക്കുന്നത് കേട്ടോ. ഇപ്പോൾ നമുക്ക് സാധാരണ മെഷീൻ്റെ ഒക്കെ കടയിൽ നമുക്ക് അവൈലബിൾ ആണ്, അല്ലെങ്കിൽ സ്റ്റിച്ചിങ്ങിൻ്റെ ഐറ്റംസൊക്കെ ഉള്ള ഷോപ്പ് ഉണ്ടാവുമല്ലോ,
അപ്പോൾ അവിടെയൊക്കെ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഞാനത് സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ പറഞ്ഞല്ലോ 1 ഇഞ്ചോ അല്ലെങ്കിൽ 1 പോയിൻറ്റോ അല്ലെങ്കിൽ 2 പോയിൻറ്റോ അത്ര തുമ്പേ ഞാൻ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു ഇതിലൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. എലാസ്റ്റിക് ഒട്ടും വലിക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. എന്താണെന്ന് വെച്ചാൽ നമ്മൾ എലാസ്റ്റിക് നമ്മളെ അളവിനനുസരിച്ചിട്ടല്ല നമ്മൾ എടുത്തിട്ടുള്ളത്, നമ്മൾ നീളത്തിൽ തന്നെ എടുത്തിട്ടാണുള്ളത്. നമ്മൾ ഏറ്റവും ലാസ്റ്റാണ് നമ്മൾ ബാലൻസ് വരുന്ന എലാസ്റ്റിക് കട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എലാസ്റ്റിക് വലിച്ചു പിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. എലാസ്റ്റിക് എങ്ങനെയാണോ ഉള്ളത് അത് അങ്ങനെ തന്നെ വെച്ചിട്ട് പിന്നെ അതിൻ്റെ സൈഡിലൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ആ സ്റ്റിച്ച് എലാസ്റ്റിക്കിൽ പെടാൻ പാടില്ല കേട്ടോ. അങ്ങനെ ആകുമ്പോൾ നമ്മൾ എലാസ്റ്റിക് ഇങ്ങനെ പുറത്തോട്ട് വലിച്ചെടുക്കുമ്പോൾ എലാസ്റ്റിക് പുറത്തോട്ട് വരില്ല. അപ്പോൾ അതുമാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. നമ്മൾ എലാസ്റ്റിക്കിൽ മാർക്ക് ചെയ്തിട്ടുണ്ടാവണം കേട്ടോ. അത് നിർബന്ധമാണ്. എന്നാലേ നമുക്ക് എത്രത്തോളം എലാസ്റ്റിക് ഇങ്ങനെ ആവശ്യമായിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് പിന്നെ മനസ്സിലാവുള്ളൂ. അപ്പോൾ അത് എലാസ്റ്റിക്കിൽ ഇതുപോലെ മാർക്ക് ചെയ്തിട്ടുണ്ടാവണം നമ്മൾ. നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുക്കാത്തതുകൊണ്ട് തന്നെ അത് നീളത്തിൽ നമുക്ക് മറ്റേ എൻഡ് വരെ നമുക്ക് സുഖമായിട്ട് സ്റ്റിച്ച് ചെയ്ത് പോവാം. നമുക്ക് ഈ വൺ സൈഡുള്ള ഫൂട്ട് കൊണ്ട് പിന്നെ ഒത്തിരി യൂസ്ഫുള്ളാണ് കേട്ടോ. നമുക്ക് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങനെ പൈപ്പിങ്ങൊക്കെ വെക്കാനൊക്കെ നമുക്ക് നല്ല യൂസ്ഫുള്ളാണ് ഈ ഒരു ഫൂട്ട്. അപ്പോൾ ഇല്ലാത്തവർ അത് കാണുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് വാങ്ങി ഉപയോഗിച്ച് നോക്കുക. ഒത്തിരി യൂസ്ഫുള്ളാണ്. ഞാനിത് ഭയങ്കര സ്ലോ ആയിട്ടാട്ടോ ഞാൻ കാണിക്കുന്നത്, നിങ്ങൾക്ക് മനസ്സിലായിക്കോട്ടെ എന്ന് കരുതിയിട്ട്. അപ്പോൾ ഇതുപോലെ ലാസ്റ്റ് നമ്മളെ മറ്റേ എൻഡ് ഉണ്ടല്ലോ അതുവരെ ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിത് ലാസ്റ്റ് വരെ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ലേ. അപ്പോൾ ഇതൊന്നും ഇവിടെ കട്ട് ചെയ്ത് കൊടുത്തിട്ട് എലാസ്റ്റിക് നമുക്ക് എങ്ങനെയാണ് നമുക്ക് കട്ട് ചെയ്തെടുക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ആരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ഇതുപോലെ വിരിച്ചിട്ടിട്ട് നമ്മൾ ഈ ഒരു എൻഡ് ഇവിടെ നമ്മൾ കുറച്ച് എക്സ്ട്രാ എടുത്തിട്ടുണ്ടല്ലോ, അപ്പോൾ ആ ഒരു എൻഡിൽ നിന്ന് ഇങ്ങനെ എലാസ്റ്റിക് വലിച്ച് കൊണ്ടുവരിക. ഇങ്ങനെ ഉള്ളിലോട്ടൊക്കെ നമ്മൾ ചുരുക്കി ഇങ്ങനെ ആക്കി കൊടുത്തിട്ട് ആ ഒരു എൻഡിൽ നിന്ന് അങ്ങനെ മെല്ലെ ഓവറായിട്ട് വലിച്ചെടുക്കരുത്. ഓവർ സ്പീഡിൽ ഇങ്ങനെ വലിച്ചെടുക്കാൻ പാടില്ല, കുറച്ച് മെല്ലെ വലിച്ചെടുക്കുക. ഞാനിപ്പോൾ വീഡിയോയിൽ കുറച്ച് സ്പീഡാക്കിയിട്ടാണ് കാണിച്ചിട്ടുള്ളത്, അതുകൊണ്ടാണ് ഇങ്ങനെ കാണുന്നത് കേട്ടോ. അപ്പോൾ ഓരോന്ന് എന്താ പറയുക, ഇതുപോലെ ഈ ഒരു നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ അവിടം വരെ ഇതുപോലെ നമ്മൾ വലിച്ചു കൊടുക്കുക. ആ ഒരു ഭാഗം വരുന്ന വരെ നമ്മൾ വലിച്ചു കൊടുത്താൽ മതി. ബാക്കി എക്സസ് വരുന്ന ഭാഗം നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞല്ലോ ലാസ്റ്റാണ് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുന്നതെന്ന്. അപ്പോൾ ഇപ്പോഴാണ് നമ്മൾ ആ ഒരു ഭാഗം ബാക്കിയുള്ളത് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുന്നത്. ഇത് 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് എല്ലാം അടക്കമാണ് കേട്ടോ ഞാൻ ഇത്ര മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ബാക്കിയുള്ളത് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു എൻഡും കൂടെ നമ്മൾ ആദ്യം ചെയ്തതുപോലെ തന്നെ എലാസ്റ്റിക് ഈ ഒരു എൻഡിൽ ക്ലോത്തിൽ വെച്ചിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു എൻഡ് ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 2 എൻഡും നമ്മൾ പിടിച്ചിട്ട് ഇങ്ങനെ വലിച്ചു കൊടുക്കുക. അപ്പോൾ എന്താവുമെന്ന് വെച്ചാൽ ആ ക്ലോത്ത് ഇങ്ങനെ ചുരുക്ക് കുറച്ച് സ്ഥലത്തായിട്ടുണ്ടാവില്ല, എല്ലാ ഭാഗത്തും ഒരുപോലെ ആ ചുരുക്ക് വന്ന് വീഴും കേട്ടോ. എന്നിട്ട് നമ്മൾ ആദ്യം ക്രോച്ച് ഏരിയ ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അതേപോലെ തന്നെ ഒരു 1/2 ഇഞ്ചോ 3/4 ഇഞ്ച് എത്രയാണോ മറ്റേ സൈഡ് എടുത്തിട്ടുള്ളത് അപ്പോൾ അത്ര തന്നെ എടുത്തിട്ട് ഈ ഒരു സൈഡും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇവിടെ ഈ കുറച്ച് മടക്കി തയ്ക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ എലാസ്റ്റിക് ഉള്ളതാണല്ലോ, അപ്പോൾ കുറച്ച് കട്ടി ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ ഭാഗം വരുന്നത് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക.
എന്നിട്ട് ഈ ഒരു ഭാഗം ഇതുപോലെ മടക്കി കൊടുത്തിട്ട് നമ്മൾ ആദ്യം സ്റ്റിച്ച് ചെയ്തതുപോലെ തന്നെ ഇങ്ങനെ താഴെയൊക്കെ മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ തയ്യൽ തുമ്പ് ഇങ്ങനെ എന്താ പറയുക പതിച്ചു കൊടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇതുപോലെ വിരിച്ച് വെച്ചിട്ട് ഇങ്ങനെ വിരിച്ച് വെക്കണം. മറ്റേ അടിയിലുള്ള ഒന്നും സ്റ്റിച്ച് പെടാതെ ഇതുപോലെ വിരിച്ച് വെച്ചിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ കേട്ടോ. അങ്ങനെയാണ് നമ്മൾ മെഷീനിൽ വെക്കേണ്ടത്. എന്നിട്ട് അതെല്ലാം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതുപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ടാവും. അത്രയും പെർഫെക്റ്റ് ആയിട്ടാണ് നമുക്ക് എലാസ്റ്റിക് അത് നിൽക്കുന്നത് കേട്ടോ. ഒത്തിരി ലൂസോ ടൈറ്റോ ഒന്നും ഇല്ലാതെ കറക്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ പാൻറ്റിനൊക്കെ കൊടുക്കുന്ന പോലെ തന്നെ ഈ സെൻറ്ററിലൂടെ ഒരു പ്രസ് സ്റ്റിച്ച് കൂടെ നമുക്ക് കൊടുക്കാം. നമ്മൾ ഇരിക്കുന്ന സൈഡിലോട്ടാണ് കേട്ടോ നമ്മൾ എലാസ്റ്റിക് വലിക്കേണ്ടത്. ഓവറായിട്ട് വലിക്കുകയും വേണ്ട. ഇതുപോലെ കുറച്ച് ചെറുതായിട്ടൊന്ന് വലിച്ചിട്ട് നമുക്കൊരു സ്റ്റിച്ച് കൊടുക്കാം. അപ്പോൾ എലാസ്റ്റിക് അങ്ങനെ പിരിഞ്ഞു പോവുകയോ ഒന്നും ചെയ്യില്ല. അത് കറക്റ്റായിട്ട് തന്നെ നിൽക്കും. വീഡിയോയിൽ കുറച്ച് സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. ചീവീടിൻ്റെ ഒക്കെ സൗണ്ട് കേൾക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണേ. അപ്പോൾ ഈ ഒരു സ്റ്റിച്ച് കൂടെ ഇട്ട് കഴിഞ്ഞാൽ അത്രയും പെർഫെക്റ്റായിട്ട് നമുക്ക് കിട്ടും. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ആരെങ്കിലും സ്റ്റിച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു മെത്തേഡിലൂടെ സ്റ്റിച്ച് ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം.